കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുനന്ദയുടെ വീട്ടിൽ കല്യാണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. പന്തല് പണിക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ധനശേഖരൻ മുറ്റത്ത് തന്നെ നിൽക്കുമ്പോഴാണ് സുഭാഷും ഹരീഷും കൂടി റോഡിൽ കൂടി നടന്നു പോകുന്നത് കാണുന്നത്. ജനലിൽ കൂടി അവനെ കാണുന്ന സുനന്ദയും ടെൻഷനോടെ അവനെ തന്നെ നോക്കി നിൽപ്പാ. അവനെ കാണെ ധനശേഖരനും പണിക്കാരനോടായി, ബെന്നി, ഈ നാട്ടിലിനി ഇങ്ങനെ ഒരു കല്യാണം നടക്കരുത്. ധനശേഖരന്റെ മകളെ കെട്ടിയത് ഒരു ചൊക്ലിയല്ലെന്ന് എല്ലാരും പറയണമെന്ന് സുഭാഷിനെ കേൾപ്പിച്ച് പറയും ധനയേട്ടാ. അമ്മാതിരി കാശല്ലേ ധനയേട്ടനെടുത്ത് വീശുന്നതെന്ന് ബെന്നിയും. ഒരു വീട്ടുകാരൊഴിച്ച് ഈ നാട്ടിലെ എല്ലാ ആൾക്കാരും കല്യാണത്തിന് ഓഡിറ്റോറിയത്തിൽ ഉണ്ടാവും ബെന്നി. അപ്പോ ആളുകൾക്ക് മനസ്സിലാവും ആ വീട്ടുകാരുടെ വില നാട്ടിൽ എന്താണെന്ന് എന്ന് ധനശേഖരൻ സുഭാഷിനെയും ഹരീഷിനെയും കൊള്ളിച്ചു പറയേ. ഏട്ടൻ ഇപ്പൊ സമ്മതിക്കുകയാണെങ്കിൽ ഇയാളുടെ കരണക്കുട്ടി പൊട്ടിക്കാൻ ഞാൻ വേണോ എന്ന് ഹരീഷ് ദേഷ്യത്തോടെ സുഭാഷ് ഏട്ടനോടായി ചോദിക്കേ. ഏയ് നീ ഒന്നടങ്ങ്, എന്തിനാ വേണ്ടാത്ത പണിക്ക് നിൽക്കുന്നേ എന്ന് സുഭാഷും. കണ്ണീരോടെ തന്നെ നോക്കി നിൽക്കുന്ന സുനന്ദയെ ഒരു നിമിഷം നോക്കിക്കൊണ്ട് സുഭാഷ് ഹരീഷിനെയും കൊണ്ട് നടന്നു നീങ്ങുകയാ. സുനന്ദയും അവൻ പോകുന്നത് നോക്കി നിന്ന് പൊട്ടിക്കരയുകയോ. നിധിയുടെ മുറ്റത്ത് അലക്കിയ തുണി വിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നികേഷ് റിങ് ചെയ്യുന്ന മൊബൈലുമായി അങ്ങോട്ട് വന്ന് ഏട്ടത്തി ഫോൺ എന്ന് വിളിച്ച് പറയുന്നത്. ആരാന്ന് അവൾ ചോദിക്കെ. ഏട്ടത്തി എന്നാ കാണിക്കുന്നേ എന്ന് നികേഷും. അവൾ ചെന്ന് മൊബൈൽ വാങ്ങുമ്പോഴേക്കും അന്ന് നമ്മൾ കണ്ട ഏട്ടത്തി ആയിരിക്കുമല്ലേ എന്ന് നികേഷും. അല്ലാതെ എനിക്കാരാ വേറെ ഏടത്തി എന്ന് ചോദിച്ച് നിധി ആ കോൾ അറ്റൻഡ് ചെയ്യുകയാ. നിധി നീ എവിടെയുണ്ട് എന്ന് സാന്ദ്ര ചോദിക്കെ. വീട്ടിൽ. എന്താ എന്ന് നിധിയും. അത് നന്നായി, അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം എന്നിടത്തി സന്തോഷത്തോടെ പറയേ. സംശയത്തോടെ എന്ത് എന്ന നിധിയും. ഞാനിപ്പോ തിരുവനന്തപുരത്തുണ്ട്, ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ എന്ന് സാന്ദ്ര പറയുന്നത് കേൾക്കെ. അത് ശരി, ഏട്ടനും ഇപ്പോ കൂട്ടുവരാൻ തുടങ്ങിയോ? നന്നായി എന്ന് നിധിയും. ബെസ്റ്റ്, ഒരു മണിക്കൂർ അധികം കിട്ടിയാൽ അതും കൂടി ഓഫീസിലിരിക്കുന്ന നിന്റെ ഏട്ടനോ? ഞാൻ തനിയെ വന്നതാ, ഇവിടെ വന്നപ്പോ എനിക്ക് നിന്നെ കാണാനൊരു മോഹം എന്ന് സാന്ദ്ര പറയേ. അതിനെന്താ ഏട്ടത്തി, എവിടെയാണെന്ന് പറ, ഞാൻ അരമണിക്കൂറിൽ എത്തിക്കോളാം എന്ന് നിധിയും. നീ ആയിട്ടിനി മെനക്കെട്ട് ഇങ്ങോട്ട് വരണ്ട, നിന്റെ ലൊക്കേഷൻ അയക്കേ, ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് സാന്ദ്രയും. അയ്യോ ഇങ്ങോട്ടേക്കോ എന്ന് നിധി ചോദിക്കേ. അതെ എന്ന് സാന്ദ്ര. അത് വേണ്ട ഏടത്തി, വെറുതെ എന്തിനാ ഏടത്തി ബുദ്ധിമുട്ടുന്നതെന്ന് നിധിയും. എനിക്കെന്ത് ബുദ്ധിമുട്ട്? നീ ഇങ്ങോട്ട് വരുന്നതും ഞാൻ അങ്ങോട്ട് വരുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? നിനക്കാവുമ്പോ ഇനി ഒരുങ്ങിയിട്ടൊക്കെ വേണം, എനിക്കാവുമ്പോ നേരെ അങ്ങോട്ട് കാറ് തിരിച്ചാ മതി. പിന്നെ നീ പറയുന്ന ആ കിളിക്കൂടെ ഞാനും കൂടി ഒന്ന് കാണട്ടെ എന്ന് സാന്ദ്ര പറയേ. ഇത് കുറച്ച് ഉള്ളിലേക്കുള്ള വഴിയാ, ഏടത്തിക്ക് പാടാവുമെന്ന് നിധി വീണ്ടും പറയുന്നുണ്ട്. ആ പാട് ഒഴിവാക്കാനുള്ള ലൊക്കേഷൻ മാപ്പ് നീ വേഗം അയക്കാൻ നോക്കുമെന്നെ. എനിക്ക് നിന്നെ ആ വീട്ടിൽ വെച്ച് തന്നെ കാണണം. നിന്നെ മാത്രമല്ല അവിടെയുള്ള മറ്റുള്ളവരെയും. എപ്പോഴെങ്കിലും അരുണേട്ടൻ എന്തെങ്കിലും കുറ്റം പറയുമ്പോ മനസ്സുകൊണ്ട് എനിക്കെങ്കിലും പറയാലോ, അവരൊന്നും അങ്ങനെയല്ലെന്ന്. വേഗാവട്ടെ എന്ന് സാന്ദ്ര നിർബന്ധിക്കേ. ശരിയെടത്തി, ഞാൻ അയക്കാമെന്ന് പറഞ്ഞ് നിധിയും കോൾ വെക്കുകയാ. എടത്തി എന്തു പറ്റിയെന്ന് നികേഷ് ചോദിക്കേ. എടത്തി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടെന്ന്, ഇങ്ങോട്ട് വരാന്ന് ലൊക്കേഷൻ അയക്കാൻ എന്ന് നിധി പറയേ. അയ്യോ പെട്ടല്ലോ നമ്മൾ എന്ന് നികേഷും. സ്വതവേ കാണാൻ കൊള്ളില്ല, അതിനിടയ്ക്ക് ഇത്ര അലങ്കോലവും. എന്താ ചെയ്യാൻ നമ്മളെന്ന് നികേഷ് ചോദിക്കേ. എന്തായാലും നീ ഒരു കാര്യം ചെയ്യേ, കുറച്ച് ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ വാങ്ങി വാ, ജ്യൂസ് അടിച്ചു കൊടുക്കാമെന്ന് നിധി പറയേ. എങ്ങനെ അടിക്കും, നമ്മുടെ മിക്സി കേടല്ലേ എന്ന് നികേഷും. ഒരു കാര്യം ചെയ്യാം, ഞാൻ ജ്യൂസ് ആയിട്ട് തന്നെ വാങ്ങി വരാമെന്ന് പറഞ്ഞ് നികേഷ് പോവാൻ തുടങ്ങി. വീണ്ടും തിരിഞ്ഞു നിന്ന് എടത്തി, അല്ലെങ്കിലേ ഞാൻ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് പോയാലോ എന്ന് ചോദിക്കേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ വേഗം പോയി പറഞ്ഞത് ചെയ്യുന്ന നിധി പറയുമ്പോഴേക്കും അവൻ ജ്യൂസ് വാങ്ങിക്കാനായി പോവുകയാണ്. നിധി അപ്പോഴേക്കും വീടെല്ലാം തൂത്തു തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. പിന്നീട് തന്റെ റൂമിലെ ബെഡ്ഷീറ്റ് മാറ്റി പുതിയൊരു ബെഡ്ഷീറ്റ് വിരിച്ച് ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്കെല്ലാം വെക്കുമ്പോഴേക്കും നികേഷും ജ്യൂസുമായി അങ്ങോട്ടെത്തി. ആഹാ ഏട്ടത്തി ഗംഭീരമാക്കിയല്ലോ എന്ന് പറയുന്നുണ്ട്. ആണോടാ, കുഴപ്പമില്ലല്ലോ അല്ലേ എന്ന് നിധി ചോദിക്കേ. നമ്മുടെ വീട് വെച്ച് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഏട്ടത്തി ചെയ്തു. പിന്നെ ആ ചന്ദനത്തിരി കൂടി കത്തിച്ചു കഴിഞ്ഞപ്പോ ഒരു അഡീഷണൽ സ്പ്രേ കൂടിയായി. ഞാനേ ഇതകത്ത് കൊണ്ടുവച്ച് വരാമെന്ന് പറഞ്ഞ് അവൻ ജ്യൂസുമായി അടുക്കളയിലേക്ക് പോവുകയാണ്. പിന്നീട് അവൻ പിന്നാമ്പുറത്ത് ചെന്ന് സുഭാഷ് ഏട്ടനെ വിളിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ കോൾ എടുത്ത് എന്താടാന്ന് ചോദിക്കേ. സുഭാഷ് ഏട്ടാ ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് സുധീഷിനെയും ഹരീഷിനെയും എല്ലാം കണക്ട് ചെയ്യുകയാ. ഇപ്പം കേൾക്കാലോ അല്ലേ എന്നവൻ ചോദിക്കേ. ആ പറയടാ എന്ന് സുധീഷും. ഏട്ടത്തിയുടെ ഏട്ടത്തിയമ്മ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന്, ഏട്ടത്തിയുടെ ചേട്ടന്റെ ഭാര്യ. നികേഷ് പറയുന്നത് കേൾക്കേ. അവരിപ്പോ എന്തിനാ വരുന്നേ എന്ന് സുധീഷും. നല്ല കാര്യമല്ലേ, വരട്ടെന്ന് സുഭാഷും. ചേട്ടാ അവര് വരുമ്പോ നിങ്ങൾ ആരും ഇവിടെ ഇല്ലാതിരിക്കുന്നത് ശരിയാണോ എന്ന് നികേഷ് ചോദിക്കേ. അത് ശരിയാ, എന്തെങ്കിലും പുതിയ വേലയുമായിട്ടായിരിക്കും പുള്ളിക്കാരി വരുന്നത്. ഞാൻ ഏതായാലും എത്താമെന്ന് സുധീഷ് പറയുന്നുണ്ട്. ഹരീഷും എടാ ഞാൻ വരണോ? പണിയുണ്ടെന്ന് പറയേ. വേണ്ട ഹരീഷെ, ഞാൻ ചെന്നോളാമെന്ന് സുഭാഷ് ഏട്ടനും. എന്നാ ചേട്ടൻ വാ എന്ന് പറഞ്ഞ് നികേഷും കോൾ കട്ട് ചെയ്യുക. പിന്നീട് സുധീഷ് തന്റെ ടാക്സിയുമായി വീട്ടിലേക്ക് എത്തുകയാ. അവൻ കയ്യിലൊരു കവറുമായി അകത്തേക്ക് കയറി നിധി എന്ന് നീട്ടി വിളിക്കുമ്പോഴേക്കും അവൾ ഡൈനിങ് ഹാളിലേക്ക് വരുന്നുണ്ട്. വന്നില്ലേ ഇതുവരെ എന്ന് സുധീഷ് ചോദിക്കേ. ഇതെന്താ പതിവില്ലാതെ ഈ സമയത്തെന്ന് നിധിയും. അത് ഏട്ടത്തി വരുന്നു എന്ന് നികേഷ് പറഞ്ഞിരുന്നേ
എത്തിയില്ല എന്ന് സുധീഷ് ചോദിക്കെ ഇല്ലെന്ന് നിധിയും. വരുന്ന വഴിക്ക് കുറച്ച് സ്നാക്സും ബിസ്ക്കറ്റും ജ്യൂസും എല്ലാം വാങ്ങിച്ചായിരുന്നു. എന്ന് പറഞ്ഞ് ആ കവർ നീട്ടുമ്പോഴേക്കും ഞാൻ നികേഷിനെ കൊണ്ട് ജ്യൂസ് എല്ലാം വാങ്ങിപ്പിച്ചു എന്ന് നിധിയും. അപ്പോഴേക്കും നികേഷും അങ്ങോട്ട് എത്തുന്നുണ്ട്. അതെയോ, എന്നാ സാരമില്ല, ഇതെല്ലാം ഇവൻ അവസാനിപ്പിച്ചോളും എന്ന് പറഞ്ഞ് ആ കവർ അവന്റെ കയ്യിലേക്ക് കൊടുക്കുക. ബിസ്ക്കറ്റും മിക്സറും വെച്ച് മൊബൈലിൽ റീൽസ് കാണുന്നത് ഞാനാണല്ലോ എന്ന് നികേഷും. അല്ല, ഇനി വേറെ എന്തെങ്കിലും വേണമെന്ന് സുധീഷ് ചോദിക്കെ ഒന്നും വേണ്ടെന്ന് നിധിയും. അപ്പോഴേക്കും സാന്ദ്രയുടെ കാർ മുറ്റത്തെത്തി ഹോണടിക്കാൻ തുടങ്ങിയിരുന്നു. നിധിയും സുധീഷും നികേഷും എല്ലാം അവരെ സ്വീകരിക്കാനായി മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുകയാ. കാറിന്നിറങ്ങിയ സാന്ദ്രയെ കണ്ട് ഏട്ടത്തി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. സാധാരണ വല്ല കാട്ടുമുക്കുകയാണെങ്കിൽ എളുപ്പ വഴിയെന്ന് കാണിച്ച് വല്ല കുഴിയിലും കൊണ്ട് ചാടിക്കുന്നതാ. കറക്റ്റ് ആയിട്ട് എത്തിയെന്ന് സാന്ദ്ര പറയുമ്പോഴേക്കും ഏട്ടത്തിക്ക് സുഖല്ലേന്ന് സുധീഷും വിളിച്ച് ചോദിക്കുക. അതിനൊന്നവൾ മൂളുമ്പോഴേക്കും അവിടെ ബാക്കി എല്ലാവർക്കോ എന്ന് സുധീഷും. അസുഖമൊന്നും ഇല്ലെന്ന് സാന്ദ്രയും. അപ്പോഴേക്കും ആ വീട് മൊത്തത്തിൽ നോക്കുന്നത് കണ്ട് ഇതെന്താ മൊത്തത്തിൽ സ്കാൻ ചെയ്യുവാണല്ലോ എന്ന് സുധീഷും മനസ്സിൽ പറയുകയാ. നിധി അപ്പോഴേക്കും വരൂ ഏടത്തി എന്ന് പറഞ്ഞു വിളിച്ച് നികേഷിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് നികേഷ്, സുധീഷിന്റെ അനിയൻ. നിധി പറയേ ഒരിക്കൽ കണ്ടിട്ടുണ്ടെന്ന് സാന്ദ്രയും. അന്ന് ഏടത്തിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നില്ലേ അപ്പോഴെന്ന് നികേഷ് പറയേ നിധി അക്കാര്യം ഓർത്തെടുക്കുകയാ. നികേഷിനെ കണ്ട് ഇതാരാണെന്ന് അമ്മ ചോദിക്കുന്നതും അവനോട് ഗേറ്റിന് പുറത്തേക്ക് നിൽക്കാനായി അമ്മ ആജ്ഞാപിക്കുന്നതുമെല്ലാം ഓർക്കെ അവളും വല്ലാതാവുകയാ. അപ്പോഴേക്കും വരൂ അകത്തേക്ക് ഇരിക്കാമെന്ന് പറഞ്ഞ് നികേഷും വിളിക്കുക. സാന്ദ്ര അപ്പോഴും വീടാകെയൊന്ന് നോക്കി നിൽക്കുന്നത് കണ്ട് എന്താ ഇങ്ങനെ നോക്കുന്നേ എന്ന് സുധീഷും. എല്ലാം ഒന്ന് നോക്കി കാണുകയായിരുന്നു എന്ന് സാന്ദ്ര പറയേ. പഴയ വീടായതുകൊണ്ടേ വരുന്ന എല്ലാരും ഇങ്ങനെ നോക്കാറുണ്ട്, ഒരു കൗതുകം കൊണ്ടാ. ഈ ആന്റിക് പീസൊക്കെ കാണുമ്പോ ഉണ്ടാവില്ലേ അത്. നികേഷ് പറയുന്നത് കേൾക്കെ ഓഹോ എന്ന് സാന്ദ്രയും. ഏടത്തി ഇങ്ങനെ നിൽക്കാതെ ഉള്ളിലേക്ക് വാ എന്ന് പറഞ്ഞ് നിധി അവളെയും വിളിച്ചോണ്ട് അകത്തേക്ക് കയറുകയാ. സുധീഷ് അപ്പോഴേക്കും നികേഷിന്റെ ടീഷർട്ടിൽ പിടിച്ച് നിർത്തിക്കൊണ്ട് പതിവില്ലാത്തതാണല്ലോ, എന്താ സംസാരത്തിൽ ഒരു മുന എന്ന് ചോദിക്കേ. ഒന്നുമില്ല ഏട്ടാ എന്ന് നികേഷും. സാന്ദ്ര ഡൈനിങ് ഹാളിലേക്ക് എത്തുമ്പോഴേക്കും സുധീഷ് നികേഷിനോടായി ഇരിക്കാനായി കസേര എടുത്തു കൊടുക്കാനായി പറയുകയാ. സാന്ദ്രയും ആ കസേരയിലേക്ക് ഇരുന്ന് ചുറ്റും നോക്കിക്കൊണ്ട് എപ്പോ പൊളിഞ്ഞു വീഴുമെന്ന് അറിയാത്ത ഇവിടെയാണോ ഇവള് കഴിയുന്നത് എന്ന് മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്കും നികേഷ് വെള്ളവുമായി വരുന്നുണ്ട്. വാങ്ങിച്ചോ എന്ന് നിധി പറയുമ്പോഴേക്കും താല്പര്യമില്ലാതെ ആ ഗ്ലാസ് വാങ്ങി അതിലേക്കൊന്ന് നോക്കിക്കൊണ്ട് സാന്ദ്ര അത് നിലത്തേക്ക് വെക്കുകയാ. ഇതാണോ വീട് എന്ന് സാന്ദ്ര ചോദിക്കേ. അതെ ഇത് തന്നെ എന്ന് സുധീഷും. വാഷ്റൂം എവിടെയെന്ന് സാന്ദ്ര ചോദിക്കേ. വരൂ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നിധി അവരെയും കൂട്ടിക്കൊണ്ട് പോവുകയാ. എടാ നികേഷേ, എന്താടാ ബാത്റൂമിന്റെ അവസ്ഥ, കൊള്ളാവോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അറിയില്ലേട്ടാ, അവസാനം പോയത് അച്ഛനാണെന്ന് നികേഷ് പറയേ. എന്ന് എല്ലാം തുലഞ്ഞു, നീ വാ എന്ന് പറഞ്ഞ് സുധീഷ് നികേഷിനെ വിളിച്ചോണ്ട് ഓടുകയാണ്. സാന്ദ്രയും ബാത്റൂമിലേക്ക് കയറുമ്പോഴേക്കും ദുർഗന്ധം കാരണം അവൾക്ക് ഓക്കാനും വരുന്നുണ്ട്. അവൾ മൂക്കും പൊത്തിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും എന്ത് പറ്റി, ക്ലീൻ അല്ലേ, സോറി ഞാൻ ഇപ്പൊ ശരിയാക്കാമെന്ന് പറഞ്ഞ് നിധി ബാത്റൂമിലേക്ക് പോവാൻ നേരം സുധീഷും അതൊന്നും നിധി ചെയ്യണ്ട, ഞാൻ ക്ലീൻ ചെയ്തു തരാം, പൊക്കോളൂ എന്ന് പറയുമ്പോഴേക്കും സാന്ദ്രയും നിധിയും അവിടുന്ന് പോവുകയാണ്. സുധീഷും ബാത്റൂം ക്ലീൻ ചെയ്യാനായി ബാത്റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. അവൻ ക്ലീനിങ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും കുഴപ്പമായിരുന്നല്ലേ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. ഇത്തിരി ഷോ ആണോന്ന് സംശയം എന്ന് സുധീഷും. അവൻ ഡൈനിങ് ഹാളിലേക്ക് ചെന്ന് ഇപ്പൊ ക്ലീൻ ആണ്, പോയിക്കോളൂ എന്ന് പറയേ. വേണ്ട എന്ന് സാന്ദ്ര. ജ്യൂസ് എടുക്കട്ടെ എന്ന് നിധി ചോദിക്കേ. വേണ്ട എന്ന് നിധി. സാരമില്ല എടുത്തി, ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിധി ജ്യൂസ് എടുക്കാനായി പോകുമ്പോഴേക്കും സാന്ദ്രയും അസ്വസ്ഥതയോടെ ഇരിപ്പാ. നിധി ഒരു ഗ്ലാസ്സിൽ ജ്യൂസുമായി വരുമ്പോഴേക്കും വേണ്ട നിധി എന്ന് സാന്ദ്രയും. സാരമില്ല, ഫ്രഷാ, ബേക്കറിന്ന് വാങ്ങിപ്പിച്ചതാ എന്ന് പറഞ്ഞ് നിധി നീട്ടുമ്പോഴേക്കും സാന്ദ്രയും അത് വാങ്ങിക്കൊണ്ട് അസ്വസ്ഥതയോടെ ഇരിപ്പാ. ഇതാണ് ഏട്ടത്തി, വാ നമുക്ക് റൂമിലിരിക്കാം. ആ ഏടത്തി എന്ന് പറഞ്ഞ് നിധി വിളിക്കേ. അവൾ ആ ജ്യൂസും തറയിലേക്ക് വെച്ച് നിധിയുടെ കൂടെ പോവുകയാണ്. അവർ ജ്യൂസ് കുടിക്കാഞ്ഞതിന്റെ ടെൻഷനോടെ നിൽപ്പാണ് നികേഷും സുധീഷും. അവളെ ഏടത്തിയെ റൂമിലേക്ക് കൊണ്ടുചെന്ന് കട്ടിലിൽ ഇരുത്തുമ്പോഴേക്കും അസ്വസ്ഥതയോടെ ഇരിക്കുന്ന ഏടത്തിയെ കണ്ട് എന്താ ഏടത്തി എന്നവൾ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലല്ലേ, ഇങ്ങനെയൊരു അവസ്ഥയിൽ ജീവിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു മോളെ? ഇത് നിന്റെ ശരിക്കുള്ള വിവാഹമൊന്നും അല്ലല്ലോ, ഇങ്ങനെ സഹിച്ചു ജീവിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട് ഇവിടെ ഉണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, നീ അങ്ങോട്ട് മാറി നിധി, ഇവിടെ ഇനിയും ഇങ്ങനെ ജീവിക്കല്ലേ, കണ്ടിട്ട് സഹിക്കുന്നില്ല. ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും കൂടി ഒറ്റ ബാത്റൂമേ ഉള്ളൂ, എങ്ങനെ നീ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് സാന്ദ്ര ചോദിക്കുക. സാധാരണ എല്ലാം ക്ലീൻ ചെയ്ത് വെക്കാറുള്ളതാ, ഇന്നെന്തോ മറന്നുപോയെന്ന് നിധിയും. ഇവിടെ വന്ന് ഈ വീടും ബാത്റൂമും ക്ലീൻ ചെയ്യാനാണോ നീ ഇത്രയും പഠിച്ചത്? എന്തിനാ നീ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്ന് സാന്ദ്രയും. അയ്യോ എടുത്തി, എന്നെ കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യിപ്പിക്കാറില്ല, ഞാൻ ഇവിടെ മിക്കവാറും പഠിച്ചും വായിച്ചും ആ സമയം കളയാറ് എന്ന് നിധി പറയേ. അതെനിക്ക് ഇവിടെ വന്ന് കണ്ടപ്പോ മനസ്സിലായി, ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് സാന്ദ്രയും. ഞാൻ ഇതൊന്നും അത്ര കാര്യമായി എടുത്തില്ലെന്ന് നിധി പറയേ. ഈ വീട്ടിൽ വന്ന് കഷ്ടപ്പെടണമെന്ന് നിനക്ക് വിധിയൊന്നുമില്ല നിധി, ഞാൻ തന്നെ എന്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞോളാമെന്ന് സാന്ദ്രയും. അത് വീടെടുത്തി, നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. ഹരക്കുട്ടി എന്ത് പറയുന്നു എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും സുഭാഷും പണിസൈറ്റിൽ നിന്ന് ഓടിപ്പിടിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. അവൻ ഡൈനിങ് ഹാളിലേക്ക് ചെന്ന് അവിടെയുള്ള സുധീഷിനോടായി എവിടെയാ അവര് എന്ന് ചോദിക്കെ. അകത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് സുധീഷും. കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോന്ന് സുഭാഷ് ചോദിക്കെ. ജ്യൂസ് വാങ്ങിക്കൊടുത്തു, പക്ഷെ കുടിച്ചില്ല എന്ന് തറയിലിരിക്കുന്ന ജ്യൂസ് കാണിച്ചുകൊണ്ട്
നികേഷ് പറയുകയാ. ഞാനേ കുറച്ച് സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ട്, ഇത് കൊടുത്താലൊന്ന് സുഭാഷ് ചോദിക്കെ കഴിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് സുധീഷും. അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യണം. നികേഷ് നീ പോയൊരു പ്ലേറ്റ് എടുത്തോണ്ട് വാ എന്ന് പറയുമ്പോഴേക്കും നികേഷ് പ്ലേറ്റ് എടുക്കാനായി പോവുകയാണ്. അപ്പോഴേക്കും സുഭാഷും നിധിയുടെ ബെഡ്റൂമിനരികിലേക്ക് ചെന്ന് മോളെ നിധി എന്ന് വിളിക്കുമ്പോഴേക്കും വാ ഏട്ട എന്ന് നിധിയും. സുഭാഷ് അകത്തേക്ക് കയറുമ്പോഴേക്കും ഏട്ടത്തി ഇതാ സുഭാഷ് ഏട്ടൻ, സുധീഷിന്റെ ചേട്ടൻ എന്ന് നിധി പരിചയപ്പെടുത്തുന്നുണ്ട്. അവനും നമസ്കാരം പറഞ്ഞ് സുഖല്ലെന്ന് ചോദിക്കുമ്പോ അതെ എന്നവർ മൂളുക. ആരേട്ടെന്തോ സംസാരിച്ചിരിക്കായിരുന്നല്ലേ, ഇടയിൽ കയറി വന്നതിന് സോറി എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും നികേഷും ഒരു പ്ലേറ്റുമായി അങ്ങോട്ട് വരികയാണ്. സുഭാഷ് പ്ലേറ്റ് വാങ്ങിക്കൊണ്ട് തന്റെ കയ്യിലേക്ക് അവർ നികേഷിന്റെ കയ്യിലേക്ക് കൊടുത്ത് തന്റെ തോളത്തെടുത്ത് ആ പ്ലേറ്റ് തുടച്ച് അതിലേക്ക് താൻ കൊണ്ടുവന്ന സമൂസ എടുത്ത് വെക്കുമ്പോഴേക്കും നികേഷ് തന്റെ കയ്യിലിരുന്ന സോസിന്റെ കവർ കടിച്ചു പൊട്ടിക്കുക. അത് കാണേ സാന്ദ്രയും വല്ലായ്മയോടെ നോക്കി നിൽപ്പാ. നിധിയും സന്തോഷത്തോടെ ഞാൻ കൊടുക്കാം, അസനായക്കയുടെ കടയിൽ നിന്നാണോ എന്ന് ചോദിച്ച് ആ പ്ലേറ്റ് വാങ്ങുമ്പോഴേക്കും അതെ എന്ന് സുഭാഷും. ദാ എടുത്തി, ഇവിടെ അടുത്തുള്ള ഒരു ടീ ഷോപ്പിലെ നന്നായിരിക്കും എന്ന് നിധി പറയുമ്പോഴേക്കും നിങ്ങൾ സംസാരിച്ചിരിക്കും എന്ന് പറഞ്ഞ് സുഭാഷ് നികേഷിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാ. നിധി വീണ്ടും പ്ലേറ്റ് നീട്ടിക്കൊണ്ട് അതേ കഴിച്ചു നോക്കിക്കേ എന്ന് പറയേ. വേണ്ട നിധി, ഈ വീട്ടിൽ നിന്ന് ഒന്നും എനിക്ക് വേണ്ട, നീ തെറ്റായിട്ട് എടുക്കണ്ട, ഇനി അങ്ങനെ കണക്കാക്കിയാലും കുഴപ്പമില്ല, ഇവിടെ ഇരുന്ന് നിന്നോട് സംസാരിച്ചാൽ ശരിയാവില്ല, ഞാൻ പോവുക എന്ന് സാന്ദ്ര പറഞ്ഞ് ഡൈനിങ് ഹാളിലേക്ക് എത്തുമ്പോഴേക്കും സുഭാഷ് നിലത്തിരുന്ന ജ്യൂസിന്റെയും വെള്ളത്തിന്റെയും ഗ്ലാസ് എല്ലാം എടുത്തു വെക്കുകയാ. സാന്ദ്ര അങ്ങോട്ട് വന്നേ ശരി ഇറങ്ങട്ടെ എന്ന് പറയുമ്പോ ഇത്ര പെട്ടെന്ന് പോവുകയാണോ, കുറച്ചു കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാം, ഹരീഷിനോട് ഞാൻ ചിക്കൻ വാങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ട്, ഉണ്ടാക്കേണ്ട താമസമേ ഉള്ളൂ എന്ന് സുഭാഷ് പറയേ. അതൊന്നും വേണ്ടെന്ന് സാന്ദ്ര. കുറച്ചുനേരം നിങ്ങൾ ഇവിടെ ഇരുന്ന നിധിക്ക് അത് സന്തോഷമാവും എന്ന് സുഭാഷ് പറയേ. വീട്ടിലാരോടും പറയാതെയാ വന്നത്, അധിക നേരം നിൽക്കാൻ പറ്റില്ല, വരട്ടെ എന്ന് പറഞ്ഞ് യാത്ര പറയുന്നുണ്ട് സാന്ദ്ര. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും എല്ലാവരും അവളെ യാത്രയാക്കാനായി ചെല്ലുകയാണ്. അവൾ നിധിയോടൊരു ബൈ പറഞ്ഞ് എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് കാറിനടുത്തേക്ക് നടന്നു ചെന്ന് തിരികെ നിന്ന് സുധീഷെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് വിളിക്കുക. സുധീഷ് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും എന്തിനാ എടുത്തി എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. അറിയില്ലെന്ന് നിധിയും. സുധീഷ് സാന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും നിങ്ങളുടെ കല്യാണം എങ്ങനെയാ നടന്നതെന്ന് നിധി എന്നോട് പറഞ്ഞിട്ടുണ്ട്, അന്നേ ഞാൻ അവളോട് ഈ വീട് വിട്ട് പൊക്കോളം പറഞ്ഞതാ, പിന്നെയും കടിച്ചു തൂങ്ങി അവൾ എന്തിനാ ഇങ്ങനൊരു സ്ഥലത്ത് കഴിയുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിധി ഞങ്ങളുടെ വീട്ടിൽ എത്ര ആർഭാടമായിട്ടാ ജീവിച്ചതെന്ന് സുധീഷിന്റെ ബ്രദേഴ്സിന് അറിയില്ലായിരിക്കും, പക്ഷേ സുധീഷിന് അറിയാലോ ഇവിടെ വന്ന് അവൾ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യം എന്താ. എനിക്ക് ഒരു മണിക്കൂർ പോലും ഇവിടെ തികച്ചു നിൽക്കാൻ പറ്റില്ല, പക്ഷെ എത്ര മാസമായി അവൾ ഇവിടെ താമസിക്കുന്നു, അവൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോഴേക്കും നിധിയും അങ്ങോട്ട് വന്ന് എന്താ എടുത്തിയെന്ന് ചോദിക്കുക. നിധി ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുക, വീട്ടിലേക്ക് വരാനല്ലേ നിനക്ക് ബുദ്ധിമുട്ടുള്ളൂ, ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞോളാം, നീ അവിടേക്ക് തൽക്കാലം മാറുന്ന സാന്ദ്ര പറയുമ്പോഴേക്കും ടെൻഷനോടെ നിധിയെ നോക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.